ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കെമിക്കലൊന്നും ഇല്ലാതെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ബ്രൈറ്റനിങ് ബോഡി ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോഡി ക്രീമാണ്. ഇത് ബോഡിയിലേക്ക് മാത്രമല്ല നമ്മുടെ ഫേസിലേക്കും ഉപയോഗിക്കാം കേട്ടോ. ഫേസിലേക്ക് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ലൈറ്റൻ ചെയ്ത് ഇൻക്രീസ് ആക്കി കൊണ്ടുവരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ആ കരിമങ്കലും ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചുളിവും കാര്യങ്ങളെല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിനെ ക്ലിയർ സ്കിൻ ആക്കി കൊണ്ടുവരും കേട്ടോ. അത്രയ്ക്കും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി ക്രീമാണിത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബോഡിയിലേക്ക് മാത്രമല്ല നമ്മുടെ ഫേസിലേക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രീമാണ്. അപ്പോൾ ഗൈസ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുത്ത് നോക്കാം. ഗൈസ് നമുക്ക് ഈ ഒരു വൈറ്റനിങ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം നമ്മുടെ പൊട്ടോട്ടോ ഗ്രേറ്റ് ചെയ്തതാണ്, ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ്. നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ബീട്രൂട്ടും ഒരു പൊട്ടാറ്റോയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവ രണ്ടും കൂടി മിക്സി ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് നല്ല രീതിക്ക് അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കി അതിന് ജ്യൂസ് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമുക്കിതങ്ങ് അരച്ച് പേസ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് നോക്കുക. നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരയാനായിട്ടും അതുപോലെ തന്നെ ഒത്തിരി വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഒരു അല്പം മാത്രം വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റാക്കി അത് തുണി ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് ജ്യൂസ് പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ഈ രീതിക്ക് അങ്ങ് ഒരൊറ്റ തവണ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മടിയിൽ ഇങ്ങനെ പടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ജ്യൂസ് കേട്ടോ. ബീട്രൂട്ടിൻ്റെയും ആ ഒരു പൊട്ടാറ്റോയുടെയും ജ്യൂസ് നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം. ആദ്യം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ലിക്വറൈസിൻ്റെ പൗഡറാണ് കേട്ടോ. ഈ ഒരു ലിക്വറൈസിൻ്റെ പൗഡർ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ റാഗിയുടെ സ്റ്റാർച്ചാണ് കേട്ടോ. റാഗിയുടെ സ്റ്റാർച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ റാഗിയുടെ സ്റ്റാർച്ച് ഇല്ല, അതിന് പകരം നമുക്ക് വേറെ എന്ത് ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റൈസ് പൗഡർ ഉപയോഗിക്കാം. നമ്മുടെ അരിപ്പൊടി കേട്ടോ, അരിപ്പൊടി ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. ഫൈനായിട്ടുള്ള പൗഡർ ആയിരിക്കണം, നമുക്കിത് ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് റൈസ് പൗഡർ ചേർത്തിടും. അപ്പോൾ ഞാനിവിടെ റാഗിയുടെ സ്റ്റാർച്ചാണ് ചേർക്കുന്നത്. റാഗിയുടെ സ്റ്റാർച്ചും നമ്മുടെ ലിക്വറൈസിൻ്റെ പൗഡർ കേട്ടോ. അപ്പോൾ ലിക്വറൈസിൻ്റെ പൗഡർ 1 ടീസ്പൂൺ ആണെങ്കിൽ റാഗിയുടെ സ്റ്റാർച്ച് നമ്മളുടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൈസ് പൗഡർ ചേർക്കണമെങ്കിൽ 1-1.5 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചേർത്ത് നല്ല രീതിക്ക് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരണം, നല്ല രീതിക്ക് ഒന്ന് ചൂടാക്കി കൊണ്ടുവരണം. ഒത്തിരി നമ്മളങ്ങ് ചൂടാക്കിയിട്ട് അതങ്ങ് കട്ടാക്കി കൊണ്ടുവരരുത്. ചെറിയ രീതിക്ക് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. കാരണം നമ്മളിത് മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം ചൂടായത് കൊണ്ട് തന്നെ ഈ ഒരു കൂട്ട് വീണ്ടും നല്ല രീതിക്ക് കട്ടിയായിട്ട് തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ചെറിയൊരു തിക്കായിട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്തിടുക. ബാക്കി നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്രീം ടെക്സ്ചറിലാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളതങ്ങ് ചൂടാക്കി ആ ഒരു ക്രീം ടെക്സ്ചറിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എനിക്ക് ക്ഷമയൊന്നുമില്ല. ജസ്റ്റ് ഞാനത് കൈ വെച്ച് ഇങ്ങനെ ഊതിയിട്ട് എൻ്റെ കയ്യിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പൊട്ടാറ്റോ ആണെങ്കിലും നമ്മുടെ ലിക്വറൈസ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും ഒക്കെ സൂപ്പറാണ് നമ്മുടെ സ്കിൻ ലൈറ്റനിങ് വേണ്ടിയിട്ട്. അത് മാത്രമല്ല നമ്മുടെ റാഗിയുടെ ആ ഒരു സ്റ്റാർച്ച് ഉണ്ടോ, നിങ്ങൾ റൈസ് പൗഡർ എടുക്കുകയാണെങ്കിലും തന്നെ നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും, ഫേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കിൻ ടോൺ മാത്രമല്ല നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പാടും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ആ ഒരു ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ലുക്കായിട്ട് നമുക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രാത്രി അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങാനായിട്ട് നോക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് റിസൾട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പാക്ക് പോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ പുറത്ത് പോകുന്ന വ്യക്തികളാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ രാത്രി ഇത് അപ്ലൈ ചെയ്യാം. അതല്ല വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ജസ്റ്റ് നമ്മളൊരു ക്രീം എങ്ങനെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നു അതേ രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു വൈറ്റനിങ് ക്രീമും അപ്ലൈ ചെയ്ത് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് റിസൾട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാക്ക് പോലെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാക്കായിട്ട് ഇടുന്ന സമയത്ത് ഇച്ചിരി കട്ടിയിൽ അങ്ങ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം ഒരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളാവുന്നതാണ് കേട്ടോ. അതല്ല നിങ്ങൾക്ക് പകൽ ഉപയോഗിക്കാൻ പറ്റില്ല, പുറത്തൊക്കെ വെയിലത്ത് പോകണമെന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് രാത്രി ഉപയോഗിച്ചോളൂ.
രാത്രി കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പായിട്ട് നമ്മുടെ ഫേസിലും കയ്യിലും കാലിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ എങ്ങനെയാണോ ഒരു മോയ്സ്ചറൈസ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുന്നോ അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്കിതൊന്നും കിട്ടുന്നത് കേട്ടോ. ഗ്രീസി ആയിട്ടോ ഓയിലായിട്ടോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം, ചിലപ്പോൾ ഇതിനകത്ത് ഡ്രൈ സ്കിന്നെ ആർക്ക് ചിലപ്പോൾ ഇതിങ്ങനെ ഇച്ചിരി അങ്ങ് ഡ്രൈ ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നല്ലൊരു ഓയിൽ ഇതിനകത്തേക്ക് നിങ്ങളുടെ സ്കിന്നിനോ നിങ്ങളുടെ ബോഡിയിലേക്കും യോജിച്ചിട്ടുള്ളൊരു ഓയിൽ ചേർത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.